ലോകത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെടുന്ന കൂട്ടായ്മകൾ, ലിപികൾ, ചരിത്രം, ചരിത്രമാവാതെ പോയ ജനത, അവരുടെ ഭാഷ, ശബ്ദം. ഇത് ആനന്ദൻ മാഷ്, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ. നാടകക്കളരികൾ, തിരക്കഥാ ശില്പശാലകൾ, ചിത്രരചനാ ക്യാമ്പുകൾ, കയ്യെഴുത്ത് മാസികകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും വഴികാട്ടിയുമായി കുട്ടികൾക്കൊപ്പം ജീവിക്കുന്നു. തലച്ചോറിനെയല്ല, നല്ലൊരു ഹൃദയത്തെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന ഉറച്ച വിശ്വാസം ആനന്ദൻ മാഷ് കുട്ടികളുമായി എപ്പോഴും പങ്കുവയ്ക്കുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ. ആനന്ദൻ മാഷിൻ്റെ മകൾ സുധന്യ, അമ്മ ഗായത്രി ഇളയ കുട്ടിയോടൊപ്പം നഗരത്തിലെ സ്കൂളിലും ക്വാർട്ടേഴ്സിലുമായി സ്വന്തം മണിക്കൂറുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വനിതാ കോടതിയിൽ അനിയനെ കണ്ട നേരിയ ഓർമ്മ മാത്രമേ ആനന്ദൻ മാഷിൻ്റെ ഈ മകൾക്കുള്ളൂ. ഇപ്പോൾ ഏക ആശ്വാസം മൊബൈൽ ഫോണിലൂടെയുള്ള പരിഭവം പറച്ചിൽ മാത്രമാണ്. മോളെ മോളെ ഒരു കപ്പ് കാപ്പി കുടി എടുത്തോ. മാഷിനിപ്പോ കാപ്പി കുടി കുറച്ച് കൂടുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നത് കോഫീൻ വിഷം, പഞ്ചസാര വെളുത്ത വിഷം, കാപ്പി അധികം കഴിക്കരുത്. അപ്പോ മാഷിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ക്ഷമിക്കേ, ഇനിയില്ല. ഒരു കപ്പ് കാപ്പി കൂടുതൽ ഈ ഉള്ളവൻ ഇനി കഴിക്കില്ല. ഇത് സത്യം. ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. വാക്ക് പാലിച്ചില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകും. മാഷിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വാടോ, അകത്തേക്ക് കേറി വാ. നീ എന്താ അന്യരുടെ വീട് പോലെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ചിലപ്പോ വിനയം കൊണ്ടാവും. ആ, നിങ്ങളുടെ നാടകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഇന്നും കൂടെ ആകുമ്പോ തട്ടേ കയറാം മാഷേ. ഇവരുടെ നാടകം ഞാൻ കണ്ടതാ, എനിക്കിഷ്ടായി. ആഹാ, ഇയാളിരിക്കടോ. ഇല്ല മാഷേ, കുറച്ച് വീടുകളിൽ കൂടി പത്രം ഇടാനുണ്ട്. താമസിച്ചാൽ സ്കൂളിലെത്താൻ വൈകും മാഷേ. വൈകിയ ടീച്ചറിന്റെ വക സമ്മാനം. ഞാൻ പോട്ടെ. ഞാൻ അമ്മയെ വിളിക്കാനിരുന്നതാ. ഞാൻ പറഞ്ഞത് അമ്മ മറന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ തിരക്കഥ എഴുതിയ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. അമ്മ ഉണ്ണിയും കൂട്ടി വരില്ലേ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഉണ്ണിക്കുട്ടനെ കണ്ടിട്ട് എത്ര കാലമായി. എനിക്ക് അവനെ കാണാൻ കൊതിയാവുന്നു. അവനിപ്പോ വളർന്ന് വലിയ കുട്ടിയായി കാണും അല്ലേ അമ്മേ? അമ്മ വരുമല്ലോ, ഞാൻ കാത്തിരിക്കും. അച്ഛാ. പറഞ്ഞോളൂ. മോക്ക് ഉണ്ണിക്കുട്ടനെ കാണണമെന്നുണ്ട്. അവന് തിരിച്ചും എത്ര വർഷങ്ങളായി. ഞാൻ അവള് കൊണ്ടുവയ്ക്കോട്ടെ? അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ വരാത്തത്. വരുന്നെങ്കിൽ നീ കൂട്ടിക്കൊണ്ട് വയ്ക്കോ, ഞാൻ തടയില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ഉണ്ണിക്കുട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല, സാധാരണ 3 മണിക്ക് എണീക്കും. 4 മണിക്ക് പീറ്റി ഉള്ളതാ. ഇന്നിപ്പോ സുഖമില്ലാത്തതുകൊണ്ട് വിളിച്ചില്ല. ചെറിയ പനിയുണ്ട് അവന്. അവിടെ ഡോക്ടറെ ഒന്നും? സ്കൂളിൽ തന്നെ ഡോക്ടറുണ്ട്. ഇപ്പൊ കുറവുണ്ട്. നാളെ മുതൽ എല്ലാം പഴയതുപോലാകും. ശരി ശരി. ജീവിതം ഊറ്റിയെടുത്ത് പണം കായ്ക്കുന്ന മരമായി അവനെ തിരിച്ചു കൊണ്ടുവരും അല്ലേ? അച്ഛാ, മതി മതി, ഇനിയൊന്നും പറയണ്ട. അമ്മ ഒരു പാവമല്ലേ? അമ്മേ, ഞാൻ ഉണ്ണിയമ്മയും കാത്തിരിക്കും. മറക്കാതെ വരണം കേട്ടല്ലോ. എന്താ മോളെ? ഉണ്ണിക്കുട്ടാ, കാപ്പി വേണോ? എനിക്ക് വേണ്ട അമ്മേ. എന്താ ഒരു ഗൗരവം? കിടന്നോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ അസുഖത്തിന്റെ കാരണം. മോന് അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോടാ? മോന് നാട്ടിൽ പോകണമെന്നുണ്ടല്ലേ? പക്ഷെ പോയാല് ഇവിടുത്തെ ആക്ടിവിറ്റീസ്, അസൈൻമെന്റ്സ് ഒക്കെ പെൻഡിങ് ആവത്തില്ലേ?
പിന്നെ എന്റെ ലീവും പ്രോബ്ലം ആവും. ലീവൊക്കെ കിട്ടും. അമ്മ ജോസഫ് അങ്കിളിനെ വിളിച്ച് പറഞ്ഞാ പോരെ? ചേച്ചിയുടെ സിനിമ അമ്മയ്ക്കും കാണണ്ടേ? ആ നോക്കട്ടെ, സമയമുണ്ടല്ലോ. ഞാനിവിടെ അനങ്ങാതെ കിടന്നോളാം, അമ്മ വെക്കോ? ഇന്നും കഞ്ഞിയാണോ അമ്മേ? ഇനി നീ എന്തേലും പറഞ്ഞാ ഞാൻ മാഷിനോട് പറയും. ഇനി നീ എന്റെ ഇരട്ട പേര് വിളിച്ചാലുണ്ടല്ലോ. അതിന് ഞാൻ നിന്നെ ഇരട്ട പേരൊന്നും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലേ? ഇനി എന്റെ അച്ഛനെ പറഞ്ഞാ ഞാനും വിളിക്കും കുളക്കോഴിന്ന്. അഭിലാഷേ, നീ എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ. എന്തിനാ മക്കളെ നിങ്ങൾ വഴക്കിടുന്നേ? ഇവൻ എന്റെ ഇരട്ട പേര് വിളിച്ചു. ഇല്ലമ്മേ, ഞാനൊരു പേര് വിളിച്ചു. അത് ഇവന്റെ പേരൊന്നും അല്ല. ഇവന്റെ പേര് അഭിലാഷ് എന്നാ. നിങ്ങളിങ്ങനെ എപ്പോഴും കിരിമാമ പോലായാലോ? മക്കളെ, നിങ്ങൾ കൂട്ടുകാരല്ലേ? കൂട്ടുകാർ പരസ്പരം കളിയാക്കാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യുന്നവര് നല്ല കൂട്ടുകാരേ അല്ല. വാ മക്കളെ, അകത്ത് കയറിയിരിക്കാം. വേണ്ടമ്മേ, ഞങ്ങൾ ഇവനെ വിളിക്കാൻ വന്നതാ. ഇപ്പോ തന്നെ സമയം താമസിച്ചു. അമ്മേ, ഞാൻ ചോദിച്ച പൈസ മാഷിനോട് 2 ദിവസത്തിനകം തരാന്ന് പറയും. അമ്മ എങ്ങനെയെങ്കിലും തരപ്പെടുത്താം. പൈസ ഇല്ലാതെ ഞാൻ പോവില്ല. നാടകത്തിന് സാധനം വാങ്ങാനുള്ളതാ. പൈസയുടെ കാര്യം കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. നീ ഒന്ന് വേഗം വാ. പൈസയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. സമയമില്ല, നീ വാ. എന്നാ ശരി. അച്ഛാ, അമ്മയുടെ ഫോൺ. നീ വന്നെടുക്ക്. നിന്നോടല്ലേ അവൾക്ക് സംസാരിക്കാനുള്ളത്. ദാ വരുന്നു. ശോ, കട്ടായി പോയല്ലോ. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 7ാം തവണയും കോഴിക്കോടിന് കിരീടം. കലോത്സവം വിദ്യാഭ്യാസ അവകാശ നിയമത്തിലാക്കും. KSRTCയിലെ ഡീസൽ പ്രതിസന്ധി. 1700 സർവീസുകൾ വെട്ടിച്ചുരുക്കും. ഡൽഹി ബലാത്സംഗം. അതിവേഗ കോടതിയിൽ വിചാരണ തുടങ്ങി. പോലീസുകാരന്റെ വാഹനമിടിച്ച് 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി ആരോപണം. വരൾച്ചയിൽ വൻ കൃഷിനാശം. സംസ്ഥാനത്ത് 65,762 ഏക്കർ നെൽകൃഷി നശിച്ചു. നമ്മുടെ സ്കൂളിലെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും ചേർന്നൊരുക്കിയ പിണങ്ങുണ്ണി എന്ന അനിമേഷൻ സിനിമയുടെ പ്രദർശനം ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. കുട്ടികൾ എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കണം. അസംബ്ലി ഡിസ്മിസ്ഡ്.
ആരുമില്ലാത്ത അമ്മിണിക്കുട്ടി. പേര് വിളിച്ചൊന്നും മിണ്ടാൻ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്ന ഒരു ഉണ്ണി മാത്രമാണുള്ളത്. ഈ രണ്ടാൾക്കും കിങ്ങിണിത്തത്തേന്നൊരു കൂട്ടാളിയുമുണ്ട്. ഇണങ്ങിയും പിണങ്ങിയും അവർ വളർന്നു. നിങ്ങൾക്കറിയാമോ കുട്ടികളെ, അമ്മിണിക്കുട്ടിയും പിണങ്ങുണ്ണിയും എങ്ങനെയാ വളർന്നതെന്ന്? ഇണങ്ങിയും പിണങ്ങിയുമാണ് അമ്മിണിക്കുട്ടിയും പിണങ്ങുണ്ണിയും അവരുടെ കിങ്ങിണിത്തത്തയും വളർന്നത്. എന്താണ് പറയണ കോഴിക്കുഞ്ഞേ, എന്താണ് പറയണ കോഴിക്കുഞ്ഞേ, എന്താണ് പറയണ കോഴിക്കുഞ്ഞേ. നമുക്കൊരു പുതിയ കളിച്ചാലോ? കളിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി കഞ്ഞിയും കറിയും കളിക്കാം. അയ്യേ, കഞ്ഞിയും കറിയും കളിക്കാരോ? കഞ്ഞിയും കറിയുമോ? കഞ്ഞിയും കറിയും കളിക്കാൻ ഞങ്ങൾ നിന്റെ പ്രായമൊന്നും അല്ല മണ്ടൂസ. ഞങ്ങൾ യുദ്ധം കളിക്കാൻ പോവുക. വാടാ, നമുക്ക് പോവാ. ഇടാ മണ്ടാച്ചാരെ, ഇത് ഞാനാ, നിന്റെ അമ്മിണിക്കുട്ടി. നീ എന്തിനാ കരയുന്നത്? കഞ്ഞിയും കറിയും കളിക്കാന്ന് പറഞ്ഞപ്പോ അവൻ എന്നെ കളിയാക്കി. നമുക്ക് കഞ്ഞിയും കറിയും കളിക്കാം. എനിക്ക് കഞ്ഞിയും കറിയും കളിക്കണം. ഞാൻ കളിക്കാം. നീ എന്റെ പൊന്നുണ്ണിയല്ലേ? അമ്മിണിക്കുട്ടി വയസ്സാറ് കിങ്ങിണി പോലെ ചിരിപ്പോള്, അച്ഛനും അമ്മയുമില്ലാതെ കൊത്തിപ്പെറുക്കി വളർന്നോള്. അമ്മിണിക്കുട്ടി വയസ്സാറ് കിങ്ങിണി പോലെ ചിരിപ്പോള്, അച്ഛനും അമ്മയുമില്ലാതെ കൊത്തിപ്പെറുക്കി വളർന്നോള്. കുഞ്ഞാനുറുമ്പിന് മൂത്തോള്, തുമ്പയെക്കാളും ഇളയോള്. കുഞ്ഞാനുറുമ്പിന് മൂത്തോള്, തുമ്പയെക്കാളും ഇളയോള്. ചെന്തങ്ങവൾക്ക് മൂത്തമ്മാവൻ ചെമ്പരത്തി ചെടി കുഞ്ഞമ്മ. ചെന്തങ്ങവൾക്ക് മൂത്തമ്മാവൻ ചെമ്പരത്തി ചെടി കുഞ്ഞമ്മ. സ്വർണത്തിമുക്കുറ്റി കൂട്ടാളി, നിത്യ കല്യാണി വഴക്കാളി, കാറ്റും കാളയും കൂടത്തെച്ചിയും വാഴച്ചെടിയും കടക്കാര്. സ്വർണത്തിമുക്കുറ്റി കൂട്ടാളി, നിത്യ കല്യാണി വഴക്കാളി, കാറ്റും കാളയും കൂടത്തെച്ചിയും വാഴച്ചെടിയും കടക്കാര്. ആറ്റുകഥളി കുറുന്തോട്ടി, നീലാംബരവും ഇണങ്ങിയോര്. ആറ്റുകഥളി കുറുന്തോട്ടി, നീലാംബരവും ഇണങ്ങിയോര്.
ഉണ്ണിയെ തനിച്ചാക്കി നീ എങ്ങോട്ടാ പറഞ്ഞത്? എങ്ങനെയുണ്ട്? കളിത്തോണി, സിന്ദൂരച്ചെപ്പ്, ഒന്നുമില്ല ഒന്നുമില്ല. നല്ല മധുരം. ഇനിയും താ. മതി ഉണ്ണി, നമുക്ക് പോവാം. കിങ്ങിണി തത്ത പോകുന്നില്ലല്ലോ. ഞാൻ വേറൊരു മാജിക്ക് കാണിക്കാം. നീ എന്തിനാ കരയുന്നത്? എനിക്ക് ഇനിയും മയിൽപ്പീലി കാണണം. മയിൽപ്പീലിയോ? ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മഴവില്ല് കാണണ്ടേ? മയിൽപ്പീലി താ, പിന്നെ കാണാം മഴവില്ല്. എന്താ? എന്റെ ഉണ്ണിക്ക് മാജിക് ഒന്നുകൂടി കാണണം. മയിൽപ്പീലിയുടെ മാജിക് കാണിച്ചു തരാലോ. എന്തെല്ലാം മാജിക്കുകൾ. ഓണത്തിന് ഉപ്പേരി വേണ്ടല്ലോ. എനിക്ക് മയിൽപ്പീലി കാണണം. ഇപ്പൊ വേണം. പിണങ്ങല്ലുണ്ണി, പിണങ്ങല്ലേ. ഇവൻ എന്റെ പൊന്നുണ്ണിയാണ്. എനിക്ക് ആരുമില്ല.
ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ കരഞ്ഞ എനിക്ക് സഹിക്കൂല. മയിൽപ്പീലിയുടെ മാജിക് ഒന്നുകൂടി കാണിച്ചതാ കോമാളി. Itana ranjai pai moinya, 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 itana ranjai pai moinya. Tanah ranjai pai moinya, tanah ranjai pai moinya.